Hi friends, welcome to TechiSpace Malayalam. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗെയിമുകൾ നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme 6 വേഴ്സസ് Realme XT സ്പീഡ് ടെസ്റ്റ് ആണ്. രണ്ട് ഫോണുകളും റിയൽമിയുടെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു സ്പീഡ് ടെസ്റ്റും റാം മാനേജ്മെൻറ്റും എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ, Realme 6ൽ എന്തെങ്കിലും അപ്ഗ്രേഡ് വന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് റൗണ്ടിലായിട്ടാണ് ഈ സ്പീഡ് ടെസ്റ്റ് നടത്തുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ നോർമൽ ആപ്ലിക്കേഷനും സെക്കൻഡ് റൗണ്ടിൽ ഇൻറ്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസും നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് പോകാം. ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് Realme 6 53 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം Realme XT 1 മിനിറ്റും 8 സെക്കൻഡ് കൊണ്ടാണ് ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റിൽ ഏത് ഫോണാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ നോക്കാം. റാം മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ 1 മിനിറ്റും 13 സെക്കൻഡ് കൊണ്ട് Realme 6 തന്നെയാണ് വീണ്ടും വളരെ ഭേദപ്പെട്ട രീതിയിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതേസമയം Realme XT 1 മിനിറ്റും 41 സെക്കൻഡ് കൊണ്ടാണ് ഫസ്റ്റ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ തീർച്ചയായും Realme 6 തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് Realme 6ൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇൻറ്റൻസീവ് ആപ്ലിക്കേഷനും കൂടി നമുക്ക് ഏത് ഫോണിനാണ് ബെറ്ററായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് നോക്കാം, ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കാൻ നോക്കാം. അപ്പോൾ നമുക്കിനി സെക്കൻഡ് റൗണ്ടിലേക്കും കൂടി പോവാം. സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് 2 മിനിറ്റും 49 സെക്കൻഡ് കൊണ്ട് Realme 6 പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 3 മിനിറ്റും 19 സെക്കൻഡ് കൊണ്ടാണ് Realme XT സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായും വിജയിച്ചിരിക്കുന്നത് Realme 6 ആണ്. പക്ഷേ നമുക്ക് റാം മാനേജ്മെൻറ്റിലും കൂടി ഏത് ഫോണാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ നോക്കാം.
റാം മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ 5 മിനിറ്റ് 34 സെക്കൻഡ് കൊണ്ട് റിയൽമി 6 സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം റിയൽമി XT 6 മിനിറ്റും 9 സെക്കൻഡ് കൊണ്ടാണ് സെക്കൻഡ് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയും തീർച്ചയായും വിജയിച്ചിരിക്കുന്നത് റിയൽമി 6 തന്നെയാണ്. ഇവിടെ 2 റൗണ്ടിലും റിയൽമി 6 തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. നല്ല വേരിയേഷനോട് കൂടി തന്നെയാണ് റിയൽമി 6 വിജയിക്കുന്നത്. അപ്പോൾ നല്ലൊരു റാം മാനേജ്മെൻറ്റും നല്ലൊരു പെർഫോമൻസും നമുക്ക് റിയൽമി 6 കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും റിയൽമി 6 നല്ലൊരു അപ്ഗ്രേഡാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗെയിമുകൾ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.